Hi students, today I am going to explain problems related to permutations. Now consider the first question. Find the number of different 8-letter arrangements that can be made from the letters of the word daughter so that all vowels occur together. Second question, all vowels do not occur together. Here the word is daughter and the word contains 8 different letters. So number of different 8-letter arrangements is permutation of 8 letters taking 8 at a time, that is 8p8 or 8 factorial. 8 factorial means 1 into 2 into 3 into etc. 8. So the answer is 40,320. Now consider the first question. Here all vowels occur together. Here the vowels in the given word daughter are A, U and E. In this case consider the vowels as a single letter. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് വവൽസ് എപ്പോഴും ഒരുമിച്ച് വരികയാണ് വേണ്ടത്. സോ കൺസിഡർ ദ വവൽസ് ആസ് എ സിംഗിൾ ലെറ്റർ, ഒറ്റ ലെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഉണ്ടാവും? 8 മൈനസ് 3, നമ്മൾ ആ 3 വവൽസിനെ ഒഴിവാക്കുമ്പോഴത്തേക്കും 8 മൈനസ് 3 വരും 5 പ്ലസ് ദാറ്റ് സിംഗിൾ ലെറ്റർ, ദാറ്റ് ഈസ് 6. അപ്പോൾ ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് പെർമിറ്റേഷൻ ഓഫ് ദീസ് 8 ലെറ്റേഴ്സ് ടേക്കിംഗ് 8 അറ്റ് എ ടൈം ഈസ് 6p6, ദാറ്റ് ഈസ് 6 ഫാക്ടോറിയൽ. ഇനി നമ്മുടെ വവൽസ് ഉണ്ട്, വവൽസ് ഒരുമിച്ച് വരണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഇന്ന് ഓർഡറിൽ വരണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് വവൽസിനെ എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്യാം. വവൽസ് എത്രയാണുള്ളത്? 3 ആണ്. സോ പെർമിറ്റേഷൻ ഓഫ് ദീസ് 3 വവൽസ് ടേക്കൺ 3 അറ്റ് എ ടൈം, ദാറ്റ് ഈസ് 3p3. So the number of arrangements in which vowels come together is 6 factorial into 3 factorial, that is 4,320. Now consider the second question. All vowels do not occur together. That is very simple. Total arrangements ഏത് മൈനസ് ചെയ്താൽ മതി? വവൽസ് ഒരുമിച്ച് വരുന്ന കേസ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ആദ്യം കണ്ടുവച്ചിട്ടുണ്ട്. 8 ഫാക്ടോറിയൽ മൈനസ് അറേഞ്ച്മെൻറ്റ്സ് ഇൻ വിച്ച് വവൽസ് കം ടുഗെദർ, അതും നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻഡിപെൻഡൻസ്. ഇൻ ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെൻറ്റ്സ് ഡു ദ വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് പി? Do all the vowels always occur together? Do the vowels never occur together? Do the words begin with I and end in P? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗിവൺ വേർഡ് ഈസ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇൻഡിപെൻഡൻസിൽ ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? എല്ലാ ലെറ്റേഴ്സും ഡിസ്റ്റിങ്ക്റ്റ് ആണോ അതോ റിപ്പിറ്റേഷൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന വേർഡിൽ 12 ലെറ്റേഴ്സാണുള്ളത്. റിപ്പിറ്റേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഇല്ലേ? ഏതൊക്കെ എത്ര തവണ, അതാണ് നെക്സ്റ്റ് നോക്കേണ്ടത്. N ഈസ് റിപ്പീറ്റിംഗ് 3 times, D ഈസ് റിപ്പീറ്റിംഗ് 2 times ആൻഡ് E ഈസ് റിപ്പീറ്റിംഗ് 4 times. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് നേരത്തെ അല്ലേ, ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് N വരികയും ചില ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്ന കേസ് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ എക്സെട്ര ഇൻറ്റു pk ഫാക്ടോറിയൽ. യൂസിങ് ദാറ്റ് ഇക്വേഷൻ വി ഗെറ്റ് 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. 12 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര 12 ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 അങ്ങനെ പോകുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിക്സ് ദ ഫസ്റ്റ് ലെറ്റർ ആസ് പി. അപ്പം നമ്പർ ഓഫ് പെർമിറ്റേഷൻസ് എത്രയാണ് വരാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ പി ആയിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കയ്യിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടാവും? 11 ലെറ്റേഴ്സ്. റിപ്പിറ്റേഷൻ ഒക്കെ സെയിം തന്നെ. അപ്പോൾ ആൻസർ എന്ത് വരും? 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. ദെൻ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, ഡു ഓൾ ദ വവൽസ് ഓൾവേസ് ഒക്കർ ടുഗെദർ. അപ്പോൾ ഇവിടെ വവൽസ് ഏതൊക്കെയാണ് വരുന്നത്? ഈ 4 times ഉണ്ട്, ഐയും ഉണ്ട്. അപ്പോൾ വവൽസ് എന്നും ഒരുമിച്ച് വരണം എന്ന് പറഞ്ഞാൽ വവൽസിന് ഒരു സിംഗിൾ ലെറ്റർ ആയിട്ട് എടുക്കുക. അപ്പോൾ 12 മൈനസ് 5 ഇതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ 7 കാണും. 7 പ്ലസ് ഈ സിംഗിൾ ലെറ്റർ ആയിട്ടെടുത്ത് വവൽസ് വരുന്ന ഒന്നും. അപ്പോൾ 7 + 1 ടോട്ടൽ 8 ലെറ്റേഴ്സ് കാണും. നമുക്കതിനെ റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ ഒഴിച്ച് ബാക്കി രണ്ടിൻ്റെയും റിപ്പിറ്റേഷൻ സെയിം ആയിട്ട് അവിടെ കിടക്കുകയാണ്.
അപ്പോൾ ആൻസർ എന്ത് വരും? 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇനി നമ്മുടെ വവൽസ് ഇന്ന ഓർഡറിൽ വരണമെന്നില്ല, വവൽസിനെ പല വിധത്തിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ വവൽസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എത്ര വരും? 5 ആണ് ടോട്ടൽ വരുന്നത്. അതിൽ ഈ റിപ്പീറ്റിംഗ് 4 ടൈംസ് ആണ്. അപ്പോൾ എന്ത് വരും? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് 5 ആണ് കിട്ടുക. അപ്പോൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് ഇൻ വിച്ച് വവൽസ് കം ടുഗെദർ ഈസ് 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻസർ കിട്ടും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച്മെൻറ്റ്സ് ഇൻ വിച്ച് വവൽസ് ഡു നോട്ട് കം ടുഗെദർ. വവൽസ് ഒരുമിച്ച് വരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് ഏത് മൈനസ് ചെയ്ത് കൊടുക്കണം? വവൽസ് ഒരുമിച്ച് വരുന്ന കേസ്. ദറ്റ് ഈസ് ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് മൈനസ് അറേഞ്ച്മെൻറ്റ്സ് ഇൻ വിച്ച് വവൽസ് കം ടുഗെദർ. അപ്പോൾ അതിൻ്റെ ആൻസർ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക, നമുക്ക് ആൻസറായി. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഫിക്സ് ദ ഫസ്റ്റ് ലെറ്റർ ആസ് ഐ ആൻഡ് ദ ലാസ്റ്റ് ലെറ്റർ ആസ് പി. അപ്പോൾ ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും നമ്മളവിടെ ഫിക്സ് ചെയ്തു. പിന്നെ നമ്മുടെ കയ്യിൽ എത്ര ലെറ്റേഴ്സ് കാണും? റിമൈനിങ് ആയിട്ട് വരുന്നത് 12 മൈനസ് 2, ദറ്റ് ഈസ് 10 ലെറ്റേഴ്സ്. റിപ്പിറ്റേഷനൊക്കെ അതുപോലെ വരുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് n സച്ച് ദാറ്റ് np5 ഈസ് ഈക്വൽ ടു 42 ഇൻറ്റു np3, n ഈസ് ഗ്രേറ്റർ ദാൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, np4 ഡിവൈഡഡ് ബൈ n മൈനസ് 1 p4 ഈസ് ഈക്വൽ ടു 5/3. അവിടെയും n ഈസ് ഗ്രേറ്റർ ദാൻ 4. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. np5 ഈസ് ഈക്വൽ ടു 42 ഇൻറ്റു np3. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. നമ്മുടെ കയ്യിൽ npr ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ. അപ്പോൾ np5 എന്ത് വരും? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് 5 ഫാക്ടോറിയൽ ഈക്വൽ ടു 42 ഇൻറ്റു np3 എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ സെയിം ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് 3 ഫാക്ടോറിയൽ. അപ്പം നമുക്ക് ന്യൂമറേറ്ററിൽ n ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് കൊടുക്കാം. സോ 1/n മൈനസ് 5 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 42 ഇൻറ്റു 1/n മൈനസ് 3 ഫാക്ടോറിയൽ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ n മൈനസ് 3 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 42 ഇൻറ്റു n മൈനസ് 5 ഫാക്ടോറിയൽ. അപ്പം നമുക്കറിയാം, ഇപ്പോൾ 5 ഫാക്ടോറിയൽ ആണെങ്കിൽ നമുക്കതിന് 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഇൻറ്റു 5 എന്നൊക്കെ കൊടുക്കാം. അതുപോലെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. നമ്മുടെ n മൈനസ് 3 ഫാക്ടോറിയൽ, n മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര n മൈനസ് 3. ഇവിടെ നോക്കുക, 3ക്ക് മുന്നേയാണ് 2, അതായത് 3 മൈനസ് 1. 2ന് മുമ്പേ 1 എന്ന് പറഞ്ഞാൽ 2 മൈനസ് 1. അതേപോലെ n മൈനസ് 3ൻ്റെ തൊട്ട് മുന്നിൽ വരുന്ന ടേം എന്തായിരിക്കും? n മൈനസ് 3 മൈനസ് 1, ദറ്റ് ഈസ് n മൈനസ് 4. അതിൻ്റെ മുന്നിൽ n മൈനസ് 4 മൈനസ് 1, ദറ്റ് ഈസ് n മൈനസ് 5. അപ്പം നമുക്കിവിടെ റൈറ്റ് സൈഡിൽ n മൈനസ് 5 ഫാക്ടോറിയൽ ഉള്ളതുകൊണ്ട് ആ രീതിയിലേക്ക് അതിനെ ഞാൻ റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ആൻസർ വരിക n മൈനസ് 5 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 4 ഇൻറ്റു n മൈനസ് 3. അപ്പോൾ നമുക്ക് ഏത് ക്യാൻസൽ ചെയ്യാം? n മൈനസ് 5 ഫാക്ടോറിയൽ. ദെൻ വി ഗെറ്റ് n മൈനസ് 4 ഇൻറ്റു n മൈനസ് 3 ഈസ് ഈക്വൽ ടു 42. എക്സ്പാൻഡിങ് വി ഗെറ്റ് n സ്ക്വയർ മൈനസ് minus 3n minus 4n, that is minus 7n, minus into minus plus 4 into 3, that is 12. Then ഇവിടെ ഈക്വൽ ടു 42 ആണ്. ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോഴത്തേക്കും മൈനസ് 42. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ n സ്ക്വയർ മൈനസ് 7n മൈനസ് 30 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് സോൾവ് ചെയ്തിട്ട് എന്നിൻ്റെ വാല്യൂ കാണാം, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ചെയ്യാം. നമുക്കറിയാം 10 ഇൻറ്റു 3 അല്ലെ, മൈനസ് 10 ഇൻറ്റു 3 മൈനസ് 30 വരും. മൈനസ് 10 പ്ലസ് 3 എടുക്കുകയാണെങ്കിൽ അത് മൈനസ് 7ലേക്ക് പോകും. അപ്പോൾ എങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്യാം? n മൈനസ് 10 ഇൻറ്റു n പ്ലസ് 3 ഈക്വൽ ടു 0. അപ്പം നമുക്ക് കിട്ടുക n മൈനസ് 10 ഈക്വൽ ടു 0 ഓർ n പ്ലസ് 3 ഈക്വൽ ടു 0, ദറ്റ് ഈസ് n ഈക്വൽ ടു 10 കിട്ടും. പിന്നെ വരിക n ഈസ് ഈക്വൽ ടു മൈനസ് 3, ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. എന്നിൻ്റെ വാല്യൂ 1 2 3 എക്സെട്ര ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? n ഈസ് ഈക്വൽ ടു 10. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. np4 ഡിവൈഡഡ് ബൈ n മൈനസ് 1 p4 ഈസ് ഈക്വൽ ടു 5/3. ഞാനിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ 3 ഇൻറ്റു np4 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു n മൈനസ് 1 p4. യൂസിങ് ദ ഇക്വേഷൻ npr ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ, വി ഗെറ്റ് 3 ഇൻറ്റു
n factorial divided by n minus 4 factorial is equal to 5 into n minus 1 factorial divided by n minus r, that is n minus 1 minus 4 factorial. That is 3 into n factorial divided by n minus 4 factorial is equal to 5 into n minus 1 factorial divided by n minus 5 factorial. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ n മൈനസ് 1 ഫാക്ടോറിയൽ ഉള്ളതുകൊണ്ട് ഞാൻ n ഫാക്ടോറിയൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into എക്സെട്ര n ആണ്. തൊട്ട് മുന്നിൽ n മൈനസ് 1 ഉണ്ടാവും. സോ 1 into 2 into 3 into എക്സെട്ര n മൈനസ് 1ന് n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n അവിടെ കാണും. സോ ഇൻറ്റു n, അതാണ് നമ്മുടെ n ഫാക്ടോറിയൽ. ഇനി ഇവിടെ വരുന്നത് n മൈനസ് 4 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ 1 into 2 into 3 into എക്സെട്ര n മൈനസ് 4, n മൈനസ് 4ൻ്റെ തൊട്ട് മുന്നിൽ n മൈനസ് 4 മൈനസ് 1, ദാറ്റ് ഈസ് n മൈനസ് 5. അപ്പോൾ n മൈനസ് 4 ഫാക്ടോറിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. n മൈനസ് 5 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 4. അപ്പോൾ n മൈനസ് 1 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം, n മൈനസ് 5 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് കിട്ടുക. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക 3n ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു n മൈനസ് 4. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 3n ഈസ് ഈക്വൽ ടു 5n മൈനസ് 20 or 3n minus 5n, that is minus 2n is equal to minus 20 or n is equal to 10. Next question, find r if 5 into 4pr is equal to 6 into 5pr minus 1. വീണ്ടും നമുക്ക് സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ എൻ പി ആറിന്. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 മൈനസ് ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 മൈനസ് ഓഫ് ആർ മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ 5 ഫാക്ടോറിയൽ വരുന്നത് കൊണ്ട് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 മൈനസ് ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ 5 മൈനസ് ആർ മൈനസ് ഓഫ് മൈനസ് പ്ലസ് 1 വരും, ദാറ്റ് ഈസ് 6 മൈനസ് ആർ ഫാക്ടോറിയൽ. ഒന്ന് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 5 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുക 6 മൈനസ് ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 4 മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പോൾ 6 മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into എക്സെട്ര 6 മൈനസ് ആർ ആണ്. 6 മൈനസ് ആറിൻ്റെ തൊട്ട് മുന്നിൽ 6 മൈനസ് ആർ മൈനസ് 1, ദാറ്റ് ഈസ് 5 മൈനസ് ആർ. 5 മൈനസ് ആറിൻ്റെ തൊട്ട് മുന്നിൽ 5 മൈനസ് ആർ മൈനസ് 1, ദാറ്റ് ഈസ് 4 മൈനസ് ആർ. അപ്പം നമുക്കതിനെ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? നമ്മുടെ 6 മൈനസ് ആർ ഫാക്ടോറിയലിന് 4 മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് ആർ വിച്ച് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 4 മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പോൾ 4 മൈനസ് ആർ ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് ആർ ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. ഫാക്ടറൈസേഷൻ ചെയ്യാം. സോ ആർ മൈനസ് 3 ഇൻറ്റു ആർ മൈനസ് 8 ഈക്വൽ ടു 0. അപ്പം നമുക്ക് കിട്ടുക ആർ ഈക്വൽ ടു 3 ഓർ ആർ ഈക്വൽ ടു 8. പക്ഷേ ഇവിടെ നോക്കേണ്ട കാര്യം നമുക്കിവിടെ 4pr ആണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയിരിക്കണം. അപ്പോൾ ആർ ഒരിക്കലും എന്തെടുക്കില്ല? 8 വരില്ല. സോ ദ ആൻസർ ഈസ് ആർ ഈസ് ഈക്വൽ ടു 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് n if n minus 1 p3 is to n p4 is equal to 1 is to 9. നമുക്കിതിനെ എടുക്കാം. ദാറ്റ് ഈസ് സെയിം ആസ് n minus 1 p3 ഡിവൈഡഡ് ബൈ n p4 is equal to 1/9. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 9 ഇൻറ്റു n minus 1 p3 is equal to n p4. ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 9 ഇൻറ്റു n minus 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n minus 1 minus 3 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് 4 ഫാക്ടോറിയൽ. ഇവിടെ n മൈനസ് 1 മൈനസ് 3 is same as n minus 4. So we can cancel n minus 4 ഫാക്ടോറിയൽ ആൻഡ് n മൈനസ് 1 ഫാക്ടോറിയൽ. ഈ n ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n. So the answer is n equal to 9. Next question, find r if 5pr is equal to 6pr minus 1. ഡയറക്റ്റ് ഞാൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. സോ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 മൈനസ് ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 മൈനസ് ഓഫ് ആർ മൈനസ് 1 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് 5 ഫാക്ടോറിയൽ ഉണ്ട്. 6 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഫാക്ടോറിയൽ ഇൻറ്റു 6. അപ്പോൾ 5 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/5 മൈനസ് 6 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു
6 ഡിവൈഡഡ് ബൈ ഇവിടെ 6 മൈനസ് ഓഫ് മൈനസ് ഇത് +1 ആവും. സോ 7 മൈനസ് ആർ ഫാക്ടോറിയൽ. then ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 7 മൈനസ് ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 5 മൈനസ് ആർ ഫാക്ടോറിയൽ. ആൻഡ് 7 മൈനസ് ആർ ഫാക്ടോറിയൽ ഈസ് സെയിം ആസ് 5 minus r factorial into 6 minus r into 7 minus r. So cancelling 5 minus r factorial, we get 6 minus r into 7 minus r is equal to 6. Expanding, we get 42 minus minus 6r minus 7r, that is minus 13r, minus into minus plus r into r square is equal to 6. 6 ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോഴത്തേക്കും 42 മൈനസ് 6 വരും. സോ ദ ആൻസർ ഈസ് ആർ സ്ക്വയർ മൈനസ് 13r പ്ലസ് 36 ഈക്വൽ ടു 0. ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ r മൈനസ് 4 ഇൻറ്റു r മൈനസ് 9 ഈക്വൽ ടു 0. മൈനസ് 4 ഇൻറ്റു മൈനസ് 9 നമുക്ക് പ്ലസ് 36 കിട്ടും. മൈനസ് 4ഉം മൈനസ് 9ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 13ഉം കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ കിട്ടുക r മൈനസ് 4 ഈക്വൽ ടു 0 ഓർ r മൈനസ് 9 ഈക്വൽ ടു 0. ദറ്റ് ഈസ് r ഈസ് ഈക്വൽ ടു 4 or r equal to 9. പക്ഷേ ഇവിടെ 5p r ആണ്. സോ r is less than or equal to 5 ആയിരിക്കണം. സോ ദ ആൻസർ ഈസ് r is equal to 4.